ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ബേസിക് കോൺസെപ്റ്റ്സ് അല്ലേ. ആ ബ്ലോക്ക് 2-ലുള്ള ലാസ്റ്റ് പോർഷൻ, യൂണിറ്റ് 1-ൻ്റെ ലാസ്റ്റ് പോർഷനാണ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ എന്താണ്? ഓർഗനൈസേഷൻ്റെ വേർഡ് മീനിങ് സംഘടന എന്ന് പറയും. അതായത് വ്യക്തികളുടെ അല്ലെങ്കിൽ ഘടകങ്ങളുടെ ക്രമീകരണം എന്നാണ് സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നോർമലി സംഘടന അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നതാണ് അല്ലേ. അപ്പം വ്യക്തികളുടെ അല്ലെങ്കിൽ ഘടകങ്ങളുടെ ക്രമീകരണത്തെയാണ് സംഘടന എന്ന് പറയുന്നത്. ഈ ഒരു സംവിധാനത്തിൽ, ഈ ഒരു വ്യവസ്ഥയിൽ വ്യക്തികൾ അല്ലെങ്കിൽ ഘടകങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അവ പ്രത്യേക ലക്ഷ്യം നേടുന്നതിനായിട്ട് യോജിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സംഘടന എപ്പോഴും എന്താണ്? വ്യക്തികളുടെ അഥവാ ഘടകങ്ങളുടെ ഒരു ക്രമീകരണമാണ്. ഈ വ്യക്തികളും ഘടകങ്ങളും ഒക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയും പ്രത്യേക ലക്ഷ്യം നേടുന്നതിനു വേണ്ടി ഒരുമിച്ച് യോജിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ സംഘടനയിലെ അംഗങ്ങൾക്ക് പ്രത്യേകമായ സ്റ്റേറ്റസ് ആൻഡ് റോൾ ഉണ്ടായിരിക്കും. ഒരു സംഘടനയിലെ അംഗങ്ങൾക്ക് പ്രത്യേക സ്റ്റേറ്റസ് ഉണ്ടായിരിക്കും. എന്താണ് സ്റ്റേറ്റസ്? സ്റ്റേറ്റസ് എന്ന് പറയുമ്പം പദവി, ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരിക്കും. ആ പദവിക്ക് അനുസൃതമായിട്ട് റോൾ ഉണ്ടായിരിക്കും. റോൾ എന്ന് പറയുന്നത് പങ്ക്. അപ്പോൾ ഒരു വ്യക്തിക്ക് പദവിയും അതിനനുസൃതമായ പങ്ക്, റോളും ഉണ്ടായിരിക്കും. എന്താണ് റോള് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ റോൾ എന്ന് പറയുന്നത് ആ ഓരോ വ്യക്തിയുടെയും പദവിക്ക് അനുസൃതമായിട്ടുള്ള ചില ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. ആ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അവർ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അവർക്ക് ചെയ്യാനുള്ള കർത്തവ്യങ്ങളാണ്. അവർ നിർബന്ധമായിട്ടും അത് ചെയ്തിരിക്കണം. ആ പദവിക്കും പങ്കിനും അനുസൃതമായിട്ടുള്ള ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഉണ്ടായിരിക്കും. അത് ചെയ്യാൻ അവർ നിർബന്ധിതരാണ്. അപ്പോൾ വലിയ ഓർഗനൈസേഷൻസ് ഉണ്ടാകും, ചെറിയ ഓർഗനൈസേഷൻസ് ഉണ്ടാകും. ഇപ്പോൾ കളിക്കൂട്ടം, കോളേജ്, സന്നദ്ധ സംഘടനകൾ, ക്ലബ്ബ്, ഇവയൊക്കെ സ്മോൾ ഓർഗനൈസേഷൻസ് ആണ്. അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടന, അതൊക്കെ എന്താണ്? അല്ലെങ്കിൽ വലിയ ഒരു മാനുഫാക്ചറിങ് കമ്പനി, അതൊക്കെ ലാർജ് ഓർഗനൈസേഷനിൽ പറയാവുന്നതാണ്. കളിക്കൂട്ടം, ക്ലബ്ബ്, അങ്ങനെയുള്ള സന്നദ്ധ സംഘടനകളൊക്കെ ചെറിയ സോഷ്യൽ ഓർഗനൈസേഷൻസ് ആണ്. അപ്പോൾ ഈ സംഘടനകളിലൊക്കെ എന്താണ്? ഇതൊക്കെ സാമൂഹിക സംഘങ്ങളാണ്, സോഷ്യൽ ഗ്രൂപ്പ്സ് ആണ്. എല്ലാ സംഘടനകളും എന്താണ്? ഒരു സോഷ്യൽ ഗ്രൂപ്പാണ്. അപ്പം സാമൂഹിക സംഘടന എന്നത് വ്യക്തികളുടെയും ഗ്രൂപ്പുകളുടെയും ഇടയിൽ നിൽക്കുന്ന ഒരു ക്രോഡീകൃത സാമൂഹിക ബന്ധമാണ്. സാമൂഹിക ബന്ധത്തെക്കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞു. സാമൂഹിക സംഘടനയിലൂടെയാണ് ഒരു സമൂഹത്തിന് സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നത്. സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ദൃഢത അല്ലെങ്കിൽ സ്ഥിരത, കെട്ടുറപ്പ് എന്നൊക്കെ പറയും. ഈ സോഷ്യൽ ഓർഗനൈസേഷനിലൂടെ ആണ് ഒരു സമൂഹത്തിന് സ്റ്റെബിലിറ്റി കൈവരിക്കുവാൻ സാധിക്കുന്നത്. ഒരു സാമൂഹിക സംഘടനയിൽ അതിലെ അംഗങ്ങളുടെ സഹകരണവും പരസ്പര പ്രവർത്തനവും ഉണ്ടായിരിക്കും. ഒരു ഓർഗനൈസേഷനിൽ അതിലെ അംഗങ്ങളുടെ അല്ലെങ്കിൽ അംഗങ്ങളുടെ എന്തുണ്ടായിരിക്കും? പരസ്പര സഹകരണം ഉണ്ടായിരിക്കും. അതേപോലെ പരസ്പര ഇൻ്ററാക്ഷൻ ഉണ്ടായിരിക്കും. പക്ഷേ അത് മാത്രമല്ല ഉണ്ടാകുന്നത്. അതിനു പുറമെ അതിലെ ഘടകങ്ങളുടെ യോജിച്ചിട്ടുള്ള പ്രവർത്തനവും ഉണ്ടായിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യോജിച്ചു കൊണ്ടുള്ള പ്രവർത്തനവും ഉണ്ടായിരിക്കും. അത് വളരെ പ്രാധാന്യമുള്ളതാണ് സോഷ്യൽ ഓർഗനൈസേഷൻ്റെ ആ ഒരു പ്രവർത്തനത്തിന്. അപ്പം സമൂഹത്തിലെ വിവിധ സ്ഥാപനങ്ങൾ സ്വയം സംഘടിച്ചുകൊണ്ട് സ്റ്റേബിളായിട്ട് കെട്ടുറപ്പോടുകൂടി ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ് ചെയ്യുന്നത്.
അപ്പം സോഷ്യൽ ഓർഗനൈസേഷൻ എക്സാമ്പിളായിട്ട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മാനുഫാക്ചറിങ് കമ്പനി നമുക്ക് സോഷ്യൽ ഓർഗനൈസേഷൻ്റെ എക്സാമ്പിളായിട്ട് എടുക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ എക്സാമ്പിളിലൂടെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ ഒരു മാനുഫാക്ചറിങ് കമ്പനി ഒരു നിർമ്മാണ കമ്പനിയാണ്. അപ്പോൾ ഒരു കമ്പനിക്ക് എന്തുണ്ടായിരിക്കും? വിവിധ യൂണിറ്റ്സ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കും. വിവിധ യൂണിറ്റ്സും ഡിപ്പാർട്ട്മെൻറ്റുകളും അതിലുള്ള വ്യക്തികൾ എന്ത് ചെയ്യുന്നുണ്ട്? പൊതുവായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അവർ വിവിധ യൂണിറ്റുകളിലുള്ള അംഗങ്ങൾ യോജിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? മുഖ്യമായിട്ടുള്ള ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയാണ് അവർ അങ്ങനെ സഹകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്നത്. ഡിഫറെൻ്റ് യൂണിറ്റ്സ് ആണ് സഹകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്നത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, സമൂഹത്തിലെ വിവിധ ഘടകങ്ങൾ സഹകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഒരു മാനുഫാക്ചറിങ് കമ്പനിയെ ഒരു സോഷ്യൽ ഓർഗനൈസേഷനായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ വിവിധ യൂണിറ്റുകളുടെ സഹകരണവും ആളുകൾ തമ്മിലുള്ള പരസ്പര പ്രവർത്തനവും ഒക്കെ അവിടെ കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ഡെഫിനിഷൻസ് എടുക്കാം. ഈ ഡെഫിനിഷൻസ് സോഷ്യോളജിസ്റ്റ് ഡിഫൈൻ ചെയ്യുമ്പം സോഷ്യൽ ഓർഗനൈസേഷനിൽ പ്രധാനമായിട്ടും വ്യക്തികളുടെയും ഘടകങ്ങളുടെയും ഇൻ്റർ ഡിപ്പെൻഡൻസിനെ കുറിച്ച്, പരസ്പര ആശ്രയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അവർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സമൂഹത്തിലെ വ്യക്തികളും ഗ്രൂപ്പുകളും തമ്മിലുള്ള ബന്ധങ്ങളുടെ രീതിയെയാണ് സഹകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 2 ഡെഫിനിഷൻസ് ആണ് പറയുന്നത്. ഒന്ന് ഹെർബർട്ട് സ്പെൻസറുടെയും രണ്ടാമത്തത് ഓക്ബേൺ ആൻഡ് നിംകോഫിൻ്റെ ഡെഫിനിഷനുമാണ്. അപ്പോൾ ഹെർബർട്ട് സ്പെൻസർ പറയുന്നത്, അതും ഇന്റർ ഡിപ്പെൻഡൻസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സമൂഹത്തിലെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക വിഭാഗങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് സോഷ്യൽ ഓർഗനൈസേഷൻ. നമുക്കറിയാം, ഒരു സമൂഹത്തിൽ രാഷ്ട്രീയ സ്ഥാപനങ്ങളുണ്ടാവും, സാമൂഹിക സ്ഥാപനങ്ങൾ, പിന്നെ സാമ്പത്തിക സ്ഥാപനങ്ങൾ, അങ്ങനെ വിവിധ സ്ഥാപനങ്ങൾ, അതൊക്കെ വിവിധ ഘടകങ്ങളാണ് സമൂഹത്തിൻ്റെ. അപ്പം ഒരു സമൂഹത്തിലെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക വിഭാഗങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് സോഷ്യൽ ഓർഗനൈസേഷൻ എന്നാണ് ഹെർബർട്ട് സ്പെൻസർ പറഞ്ഞിട്ടുള്ളത്. അതൊരു സിമ്പിൾ ഡെഫിനിഷനാണ്, എളുപ്പം പഠിക്കാവുന്നതാണ്. രണ്ടാമത്തത് പറഞ്ഞത് ഓക്ബേൺ ആൻഡ് നിംകോഫ് ആണ്. അവർ പറഞ്ഞിട്ടുള്ളത് ഒരു ഓർഗനൈസേഷൻ എന്നത് വിവിധ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുടെ ആവിഷ്കാരമാണ്. ഇത് എന്തെങ്കിലും ചെയ്യുന്നതിനുള്ള ഒരു സജീവ ഗ്രൂപ്പ് ഉപകരണമാണ്. ഇവിടെയും എന്താണ് പറഞ്ഞത്? വ്യത്യസ്തമായിട്ടുള്ള വിവിധ ഘടകങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന എന്ന് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം സ്പെൻസറുടെയും ഓക്ബേൺ ആൻഡ് നിംകോഫ് അവരുടെ ഡെഫിനിഷനും ആണുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് ഡെഫിനിറ്റ് പേർപ്പസ് എന്നാണ്. ഏതൊരു ഓർഗനൈസേഷനും ഡെഫിനിറ്റ് പേർപ്പസ് ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ലക്ഷ്യമുണ്ടായിരിക്കും. എല്ലാ ഓർഗനൈസേഷനും നിശ്ചിതമായ ലക്ഷ്യം ഉണ്ടായിരിക്കും. ഈ ഒരു പ്രത്യേകമായ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി അതിലെ അംഗങ്ങൾ പരസ്പരം ബന്ധപ്പെടുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. രണ്ടാമത്തത് പറയുന്നത് യുനാനിമിറ്റി ഓർ കോൺസെൻസസ് എമംഗ് മെമ്പേഴ്സ് എന്ന് വെച്ചാൽ അതിലെ അംഗങ്ങൾ, ഓർഗനൈസേഷനിലെ അംഗങ്ങൾ തമ്മിൽ ഒരു ഏകാഭിപ്രായം ഉണ്ടായിരിക്കണം. ഒരു അഭിപ്രായം ഒന്നായിരിക്കണം. ആ അഭിപ്രായത്തിന് ഐക്യമുണ്ടായിരിക്കണം. അതാണ് ഏകാഭിപ്രായം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഓർഗനൈസേഷൻ്റെ പ്രവർത്തനത്തിന് അതിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പര ധാരണയും സഹകരണവും ഉണ്ടായിരിക്കണം. ഓർഗനൈസേഷൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കണമെങ്കിൽ അതിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പര ധാരണയും സഹകരണവും ഉണ്ടായിരിക്കണം. അപ്പോൾ എല്ലാ അർത്ഥത്തിലും അവിടെ യൂണിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്.
ഫാമിലി ഒരു ഓർഗനൈസേഷനായിട്ട് കണക്കാക്കാം. അതൊരു ഇൻഫോർമൽ ഓർഗനൈസേഷനാണ് അല്ലേ. അപ്പം അതിൽ സുഗമമായ പ്രവർത്തനം, ഫാമിലിയുടെ സുഗമമായ പ്രവർത്തനം മുന്നോട്ട് പോകണമെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് തമ്മിൽ എന്താണ്, ഒരു അഭിപ്രായം, ഏക അഭിപ്രായം ഉണ്ടായിരിക്കണം. അവർ ഐക്യം ഉണ്ടായിരിക്കണം. അവരുടെ താല്പര്യങ്ങൾ ഒന്നായിരിക്കണം. യൂണിറ്റി ഓഫ് ഇൻട്രസ്റ്റ് ഒന്നായിരിക്കണം. എങ്കിലും മാത്രമേ ആ ഒരു കുടുംബം എന്ന ഓർഗനൈസേഷൻ സുഗമമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുള്ളൂ. മൂന്നാമത്തത് പറയുന്നത് ഹാർമണി ബിറ്റ്വീൻ സ്റ്റേറ്റസ് ആൻഡ് റോൾ. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു എന്താണ് സ്റ്റേറ്റസ് ആൻഡ് റോൾ അല്ലേ. അപ്പോൾ ഈ ഒരു സംഘടനയിൽ ഏതൊരു അംഗത്തിനും ഒരു പ്രത്യേക പദവിയും പദവിക്ക് അനുസൃതമായിട്ടുള്ള റോള്, പങ്കും ഉണ്ടായിരിക്കും. ഈ പങ്ക് എന്ന് പറയുന്നത് ആ വ്യക്തി നിർവഹിക്കേണ്ട കർത്തവ്യങ്ങളും ചുമതലകളുമാണ്. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. അപ്പോൾ ഇവ തമ്മിൽ, ഈ വ്യക്തിയുടെ പദവിയും ഈ വ്യക്തി നിർവഹിക്കേണ്ട കർത്തവ്യങ്ങളും ചുമതലകളും തമ്മിലും എന്തുണ്ടായിരിക്കണം, ഒരു ഐക്യം ഉണ്ടായിരിക്കണം. പദവിക്കനുസൃതമായിട്ടുള്ള പങ്ക് ആയിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ മാത്രമേ പദവിക്കനുസൃതമായിട്ടുള്ള പങ്ക് ആ വ്യക്തി നിർവഹിക്കുമ്പോൾ മാത്രമേ ഓർഗനൈസേഷൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലിൽ പറയുന്ന ഒരു കോളേജ് ഒരു ഓർഗനൈസേഷനായിട്ട് എടുക്കുക. അപ്പോൾ ഒരു കോളേജ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓർഗനൈസേഷൻ. അപ്പോൾ അവിടെ പ്രിൻസിപ്പൽ ഉണ്ടായും, ലെക്ചറേഴ്സ് ഉണ്ടാകും, സ്റ്റുഡൻസ് ഉണ്ടാകും, ഓഫീസ് സ്റ്റാഫ് ഉണ്ടാകും, പിന്നെ എന്താണ്, സെക്യൂരിറ്റി സ്റ്റാഫ്. ഇവരൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ, വ്യത്യസ്ത യൂണിറ്റുകളാണ് അല്ലേ. അപ്പോൾ ഈ ഒരു കോളേജിൻ്റെ എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് എന്ത് വേണം, അതിൽ എല്ലാ സ്റ്റാഫുകളും അവരവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നിർവഹിക്കേണ്ടതാണ്. അവരവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ സ്റ്റേറ്റസ് എന്താണോ ആ സ്റ്റേറ്റസിന് അനുസൃതമായിട്ടുള്ള റോള് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അതിനെക്കുറിച്ച് നല്ല ബോധവാന്മാരായിരിക്കണം. ആ ബോധ്യത്തോടു കൂടി അവർ പ്രവർത്തിച്ചിരിക്കണം. അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് ഒരു കോളേജിൻ്റെ പ്രവർത്തനം ഇഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇനി നാലാമത്തത് പറയുന്നത് കൺട്രോൾ ഓഫ് ഓർഗനൈസേഷൻ ഓൺ ദി ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ. അതായത് ഇൻഡിവിജ്വലിൻ്റെ, ഓർഗനൈസേഷനിലെ അംഗങ്ങളുടെ പെരുമാറ്റ രീതികളിലും അതേപോലെ ഡെയിലി ആക്ടിവിറ്റീസിലും ദൈനംദിന പ്രവർത്തനങ്ങളിലും ഓർഗനൈസേഷൻ്റെ ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കും. എപ്പോഴും ഒരു ഓർഗനൈസേഷന് നിയമങ്ങൾ ഉണ്ടായിരിക്കും. ആ നിയമങ്ങൾ അതിലെ അംഗങ്ങൾ നിർബന്ധമായിട്ടും പാലിച്ചിരിക്കേണ്ട ഒന്നാണ്. അംഗങ്ങളുടെ പെരുമാറ്റ രീതിയിലും അവരുടെ ആക്ടിവിറ്റീസും ഒക്കെ നിയന്ത്രിക്കാനുള്ള ഒരു അധികാരം ഈ ഓർഗനൈസേഷന് ഉണ്ട്. ഇനി അഥവാ ഈ നിയമങ്ങളും ഇതൊക്കെ ലംഘിക്കുകയാണെങ്കിൽ അത് ശിക്ഷാർഹമാണ്, പണിഷ്മെൻറ്റിന്, അത്തരം വ്യക്തികൾ പണിഷ്മെൻറ്റിന് വിധേയമായിരിക്കും. അപ്പോൾ ഇതാണ് 4 ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്ന്, ഡെഫിനിറ്റ് പേർപ്പസ്, ലക്ഷ്യമുണ്ടായിരിക്കും. രണ്ടാമത്തത്, ഏക അഭിപ്രായം ഉണ്ടായിരിക്കണം ആളുകൾ തമ്മിൽ. മൂന്നാമത്തത്, ഓരോ വ്യക്തിയുടെയും സ്റ്റേറ്റസും റോളും തമ്മിൽ ഒരു ഐക്യമുണ്ടായിരിക്കണം. നാലാമത്തത്, ലാസ്റ്റ് വൺ പറഞ്ഞത്, ഇൻഡിവിജ്വൽസിൻ്റെ പെരുമാറ്റ രീതിയിലും ദൈനംദിന ആക്ടിവിറ്റീസിലും ഓർഗനൈസേഷൻ്റെ ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കും. അംഗങ്ങളുടെ ദൈനംദിന ആക്ടിവിറ്റീസിലും പെരുമാറ്റ രീതിയിലും ഒരു നിയന്ത്രണം ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയിരിക്കും. ഇതായിരുന്നു 4 ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ടൈപ്സ് ആണ് പറയുന്നത് ഓർഗനൈസേഷൻ്റെ. 2 പ്രധാനമായിട്ടും there are 2 types of organization: formal organization and informal organization. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഔപചാരിക സംഘടന, ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അനൗപചാരിക സംഘടന. ഫോർമൽ ഓർഗനൈസേഷൻ്റെ ആ ഒരു സംഘടന എന്ന് പറയുന്നത് അതിന് പ്രത്യേകമായിട്ടുള്ള ഘടനയും നടപടിക്രമങ്ങളും ഉണ്ടായിരിക്കും. ഘടനയും നടപടിക്രമങ്ങളും ലക്ഷ്യങ്ങളും കൃത്യമായിട്ട് നിർവചിച്ചിരിക്കും. അതിൽ കർശനമായിട്ടുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട്.
അതാണ് നേരത്തെ പറഞ്ഞത്, ഈ നിയമങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ, അതിലെ അംഗങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ അത് അത്തരം വ്യക്തികൾ പണിഷ്മെന്റിന് വിധേയമാണ് എന്ന് പറയുന്നത്. അപ്പോൾ അംഗങ്ങൾ അതിൻ്റെ ലക്ഷ്യങ്ങൾ, പൊതുവായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി അവരുടെ റോൾ കൃത്യമായിട്ട് നിർബന്ധമായിട്ടും അത് ചെയ്യാൻ നിർബന്ധിതരാണ് അവർ. പിന്നെ ഈ ഒരു അംഗങ്ങൾ തമ്മിലുള്ള ഒരു പ്രവർത്തനത്തിന് ഒരു ഹാർമണി ഉണ്ടായിരിക്കണം. അപ്പോൾ കർശനമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട്. അത് വ്യതിചലിക്കുകയാണെങ്കിൽ പണിഷ്മെന്റിന് വിധേയമാണ്. പിന്നെ പറയുന്നത് അംഗങ്ങൾ തമ്മിൽ യോജിച്ചുകൊണ്ട് അവരുടെ പദവിക്കനുസൃതമായ പങ്ക് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നിർവഹിക്കുവാൻ നിർബന്ധിതരാണ്. പിന്നെ അതിലുള്ള മറ്റൊരു പ്രത്യേകത, ഈ അംഗങ്ങളുടെ സ്റ്റേറ്റസിനനുസരിച്ചിട്ട് ഒരു ടോപ്പ് ടു ബോട്ടം, മുകളിൽ നിന്ന് താഴേക്ക് ഒരു ശ്രേണീവൽക്കരണം, ഹയറാർക്കി ഉണ്ടായിരിക്കും, വ്യക്തമായ ഹയറാർക്കി ഉണ്ടായിരിക്കും. ഇത്രയാണ് ഫോർമൽ ഓർഗനൈസേഷൻ. നമുക്ക് രാഷ്ട്രീയ സംഘടനയൊക്കെ ഒരു ഫോർമൽ ഓർഗനൈസേഷൻ, കോളേജ് ഒരു ഫോർമൽ ഓർഗനൈസേഷനായിട്ട് പറയാം. ഇനി ഇൻഫോർമൽ ഓർഗനൈസേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു കുടുംബം ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇൻഫോർമൽ അനൗപചാരികമായിട്ടുള്ള ഓർഗനൈസേഷൻ, ഇത്തരം ഓർഗനൈസേഷൻസ് പ്രവർത്തിക്കുന്നത് പലപ്പോഴും എന്താണ്, ആചാരങ്ങൾ, മൂല്യങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് പ്രവർത്തിക്കുന്നത്. ഇത്തരം ഇൻഫോർമൽ ഓർഗനൈസേഷന് കർശനമായ നിയമങ്ങളോ നിയന്ത്രണങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കുറച്ചു കാലത്തേക്ക് വേണ്ടി, ചുരുങ്ങിയ കാലയളവിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ലക്ഷ്യം നേടുന്നതിന് വേണ്ടി രൂപീകരിക്കുന്ന ഓർഗനൈസേഷൻസും ഉണ്ട്. അത്തരം ഇൻഫോർമൽ ഓർഗനൈസേഷൻസും ഉണ്ടായിരിക്കും. പിന്നെ കർശനമായ നിയമങ്ങളും നിയന്ത്രണങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫാമിലി ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷനാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് ഇതോടുകൂടി ഈ ഒരു യൂണിറ്റ് ഇവിടെ കഴിഞ്ഞു. യൂണിറ്റ് 1 നമുക്ക് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് യൂണിറ്റ് 2 ആണ് എടുക്കേണ്ടത്. താങ്ക് യു.